ഹലോ, ദിസ് ഈസ് ആമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും ഒരുങ്ങി സുന്ദരിയായി നമ്മളിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചായ കുടിക്കുന്ന സ്പോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കണ്ടാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ള ഒരു സ്പോട്ടാണ്. ചായ കുടിക്കുന്നതിനല്ല സ്പെഷ്യാലിറ്റി, അങ്ങോട്ടേക്ക് പോകുന്ന യാത്രക്കാണ് സ്പെഷ്യാലിറ്റി. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ചെറിയൊരു മഴയും കൊണ്ട് കാറിൽ ഞാനും എൻ്റെ അനിയനും 2 കൂട്ടുകാരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. തോണിയിൽ കയറണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആഗ്രഹമെങ്കിലും നമ്മൾ നേരെ ചെന്നെത്തിയത് ഒരു തൂക്കുപാലത്തിൻ്റെ മുമ്പിൽ. അത് കണ്ടാൽ പിന്നെ കയറാതെ പോകാൻ വേണ്ടി പറ്റുമോ? തോണിയാണെങ്കിലൊട്ട് കാണുന്നുമില്ല. തൂക്കുപാലത്തിലൂടെ എന്നും പോകുന്ന സ്കൂളിലെ കുട്ടികളൊക്കെ അതാ നടന്നു പോകുന്നതെല്ലാം കാണാം. അവർക്കിതൊന്നും ഒരു പുത്തരിയേയല്ല. അപ്പൊ തോണി കടന്നുപോയി ചായ കുടിക്കുന്ന ഒരു സ്പോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളും അങ്ങോട്ടേക്കാന്ന് വന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ചെറുക്കള ചേരൂറിനടുത്താണ് ആ സ്ഥലം ഉള്ളത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തൂക്കുപാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. അതേപോലെ തന്നെ ചെറിയൊരു മഴക്കാറിലുള്ളതുകൊണ്ട് ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വൈബ് ചെയ്ത് നോക്കാം. പിന്നെ ഈ വ്യൂസ് എല്ലാം ഞാനൊന്ന് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോ നല്ല അടിപൊളി മഴയും കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഫോണ് വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല. മഴ നിറഞ്ഞ തോക്കുവാലത്തിലൂടെ നാട്ടിലെ ചായക്കടയിൽ കിട്ടുന്ന അതേ ചായയും കടിയാണെങ്കിലും ഈ പുഴയോരത്തിരുന്നത് കുടിക്കുക എന്നുള്ളതാണ് ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മളും പറഞ്ഞു 2 ചായയും കടികളും എല്ലാം. വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മഴക്കാലത്തെ വൈബും കാര്യങ്ങളൊക്കെ കൊള്ളാം. വെള്ളത്തിലിറങ്ങുന്ന ആളുകൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കേട്ടാ. വരുന്ന ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. ചായ കുടിക്കാൻ മാത്രമല്ല, ഈ പ്രദേശത്ത് എവിടെയാണെങ്കിലും വെറുതെ വന്ന് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. ചായക്കടയിലാണെങ്കിലും നല്ല അടിപൊളി ചായയും കടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പഴംപൊരി, ബീഫ്, അതിൻ്റെ ഫാൻസിലുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോളും. ഇവിടെ അതേപോലെ തന്നെ മഴയായതുകൊണ്ട് നല്ല ഒഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കലങ്ങിയ വെള്ളമെല്ലാം. എന്നാലും നല്ല രസമുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. കാസർഗോഡുകാരാണെങ്കിൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും. ഞാൻ പക്ഷെ വന്നത് ശരിക്കും പറഞ്ഞാൽ തോണിയിൽ ഉള്ളൊരു യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ തോണിയിൽ കയറിയിട്ടില്ല, പക്ഷെ തോണിയിൽ കയറാൻ വേണ്ടി പറ്റിയില്ല. അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്നുകൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാലും കാസർഗോഡുകാർ ഓൾവേസ് വെൽക്കം ടു ഹിയർ. ബൈ ഫ്രം ആമി.